പാലെടുത്തിട്ടില്ലല്ലോ. ചെടി എന്നാ വെട്ടാൻ ഉദ്ദേശിച്ചാണ്? എന്നാന്ന് വെച്ചാ വെട്ടിക്കോ. ഓർഡർ അടിക്കോ? അടിക്കട്ടെ. അടിക്കടി. ചായ റെഡിയാ? ചായ റെഡി. സ്റ്റീവൊക്കെ എണ്ണീറ്റ്. ഞാനൊരു റെഡി ആക്കട്ടെ കേട്ടാ. ഗുഡ് മോർണിംഗ് സ്റ്റീവ്. ഗുഡ് മോർണിംഗ് സ്റ്റീവ്. എന്തിന് ചേച്ചി ഇവിടെ? ചേച്ചി ഗ്രേസോ, ഗ്രേസോ വാ. ഫ്രണ്ടിൽ കൊണ്ടുപോയിക്ക് ബാഗ്. ചെല്ല്. ഇത് അപ്പൊ സ്റ്റീവിന് കൊടുക്ക്. സ്റ്റീവിന് കൊടുക്കല്ല. ഇല്ല, അതിനുള്ള വെയിറ്റ് ഇല്ല. കേറിക്കോ. ലഞ്ച് കിട്ടിയില്ലേ? ലഞ്ച് കിട്ടിയിട്ടുണ്ട്. നീങ്ങിക്ക. അപ്പൊ അല്ലെങ്കിൽ ബാക്ക് എടുക്കട്ടെ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ടുണ്ട്. മറന്നു പോയിട്ടില്ല. പക്ഷെ നിന്റെ സ്പൂണല്ല വെച്ചേക്കണേ. ആ കുഴപ്പമില്ല. നിനക്ക് കഴിക്കാൻ പറ്റുന്ന സ്പൂണേ വെച്ചിട്ടുള്ളൂ. ഓക്കെ. ആയിക്കോട്ടെ. അല്ലല്ല ആണ്. ഇപ്പൊ ഞാൻ കണ്ടതല്ലേ? അവർ രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് സൈഡിൽ ഒരേപോലെ വളച്ചുകൊണ്ട് വെച്ചു. ബൈ ബൈ. ബൈ കൊടുക്കാൻ പറ്റി. അപ്പം അങ്ങനെ ഗ്രേസ് സ്റ്റീവിൻ്റെ കൂടെ പോയി. സ്റ്റീവിൻ്റെ സ്കൂളിലേക്ക് ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് വിടാമെന്ന് വിചാരിച്ചു. കാരണം 2 ദിവസം ഗ്യാപ്പിന് ശേഷം പോകുമ്പോൾ ഒരു സന്തോഷം. അവനാണെങ്കിലും അവൾക്കാണെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് മിസ്സിങ് തോന്നരുത്തില്ല. അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ സ്കൂളിൽ കൊണ്ട് വിട്ടതിന് ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതേ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരുന്നത്. ഇനി നമ്മുടെ കോഴികൾക്കും താറാവുകൾക്കും ഡോഗ്സിനും എല്ലാത്തിനും തീറ്റ കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും വേസ്റ്റ് എടുക്കാറില്ല. മുമ്പ് 2 കടയിൽ നിന്ന് എടുക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ
കഴിഞ്ഞ മാസം ഒന്ന് ഉത്തർപ്രദേശ്. അപ്പോൾ അതിനുശേഷം വേറെ അവിടെ നിന്ന് എടുത്തിട്ടില്ല. നേരം കിട്ടാനുള്ള എടുക്കാനും ഒന്നിനും. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഈ സമയം ലേറ്റായേക്കണേ. ഇപ്പൊ തരാം. ഇപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായി കേട്ടോ. എല്ലാവരും നല്ല വിശന്ന് നിൽക്കായിരുന്നു. ഇപ്പോഴും നമ്മുടെ മെയിൻ ഇവിടുത്തെ തീറ്റ പറയുന്നതേ ഒന്നില്ലെങ്കിൽ ലെയർ തീറ്റ തന്നെ, അല്ലെങ്കിൽ ലെയർ നമ്മൾ തവിടിലും അതുപോലെ ഗോതമ്പ് നുറുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കുതിർത്തി അങ്ങോട്ട് കൊടുക്കും. എല്ലാവരും ഹാപ്പിയാണ്. മെയിനായിട്ട് അതിൻ്റെ തീറ്റയേ ഉള്ളൂ. അല്ല ഇപ്പം എനിക്ക് പള്ളിയിൽ പോകേണ്ട സമയമാണ്, പറയാം പോകേണ്ട ലേറ്റാണ്. അപ്പോൾ ലെയർ തീറ്റ മാത്രം ഇട്ട് കൊടുക്കും. അങ്ങനെ മാറി മറിഞ്ഞൊക്കെയാണ് ഇപ്പോൾ തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു വാത്തക്കുട്ടി അടയിരിക്കുന്നുണ്ട്. അടയിരിക്കാനായിട്ട് ഒരു മുട്ടയേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള മുട്ടയൊക്കെ ഞാൻ ഓംപ്ലേറ്റ് അടിച്ചു. കാരണം അത് വിരിയാൻ ചാൻസ് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വിരിഞ്ഞില്ല. ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വിരിക്കാനായിട്ട് ഫുൾ മുട്ട വെച്ച് കൊടുത്തിരുന്നു. പക്ഷെ ഒന്നും വിരിഞ്ഞില്ലായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇവർ വെള്ളത്തിൽ ഇണ ചേർന്നാൽ മാത്രമാണ് മുട്ട വിരിയുള്ളൂ എന്ന്. ഇവിടെ വെള്ളത്തിന് സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുമില്ല. അപ്പോൾ പിന്നെ വെറുതെ നമ്മൾ മുട്ട കാട്ടി കളയണ്ടല്ലോ. ഒരു ഓംപ്ലേറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിമുട്ട ഒരു 5 മുട്ട ഓംപ്ലേറ്റ് അടിക്കണ സൈസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടാ. പുള്ളികളും താറാവുകളും എല്ലാവരും ഇങ്ങനെ മാറി മാറി നടക്കണതാണ്. ആ കോഴിനെ കാണാമെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴിയാണ് ശരിക്കും. ഇതിൽ വേണ്ട ഇവളുടെ കളറൊക്കെ ഒരു പ്രത്യേക കളറാണ്. നോക്കിയേ, സൂപ്പറല്ലേ? വൈറ്റുമ്പോൾ ചെറിയ ചാര അവിടേക്ക് ആയിട്ട്. പിന്നെയുണ്ട് വേറെ ആ ഒരു മെത് ഇതേപോലെ. ഇതല്ല, ഇതിനേക്കാൾ പഞ്ഞുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ എവിടെയുണ്ട്. പൂവന്മാരുടെ എണ്ണം പൊതുവെ കുറഞ്ഞു. കുറേ എണ്ണത്തിനൊക്കെ കൊടുത്തു. പിന്നെ അവിടേക്ക് ആയിട്ട് പൊരുന്തിരിക്കുന്നുണ്ട്. ഹലോ ഓക്കെ. രണ്ടോ ഒരേപോലത്തെ 2 പേരുണ്ടോ? ഈ 2 പേരും നമ്മുടെ പൊരുന്തികളാണ് ഇപ്പോഴത്തെ. താറാവ് കുഞ്ഞുങ്ങൾ നമ്മുടെ മുമ്പത്തെ താറാവുണ്ടല്ലോ, ഞാൻ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞോണ്ടോന്ന് അറിയില്ല. നമ്മുടെ വലിയ താറാവുണ്ടല്ലോ, വലിയ താറാവുകളുടെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ചിട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കിടക്കണം. ഇതിൻ്റെ ഇടയിൽ കാണുന്നതൊക്കെ അതിൽ വലുതാതെ കുഞ്ഞിതാണെന്നിപ്പോൾ തിരിച്ചറിയാൻ പാടാം. അവിടേക്ക് ഉണ്ട് വലുത്, കുഞ്ഞുങ്ങളും ഉണ്ട്. എല്ലാവരും മിക്സ് ആയിട്ട്. ബക്കറ്റിലുള്ള വേസ്റ്റ് ഇട്ട് കൊടുത്തില്ല. മരടി മുട്ട കാണുന്ന സ്ഥലത്ത് കൊണ്ട് ഇട്ട് വെച്ചേക്കാം. മുട്ടയൊക്കെ വലിപ്പമായി വരുന്നുള്ളൂ. ഇത്ര വലിപ്പമൊക്കെ ഉള്ളൂ. ചിലവരുടെയൊക്കെ വലിപ്പമായിട്ടാ. മുട്ടയിട്ട് അങ്ങോട്ട് തുടങ്ങുന്നുള്ളൂ. 5.5 മാസം 6 മാസം ആയിട്ടില്ല, 5.5. മുമ്പത്തെ വീഡിയോ നോക്കി അറിയാൻ പറ്റും. ഒരു 5-5.5 മാസം ആണുള്ളൂ. അവിടെയൊക്കെ പോയി കാണുന്ന സ്ഥലത്തൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ അങ്ങനെ ഓരോന്ന്. ഇത് നമ്മുടെ മണിത്താറാവിൻ്റെ കുഞ്ഞ്. ഇവനെ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്.
കോഴികളെയും താറാവിനൊക്കെ മാത്രം കാണാൻ വരുന്ന കുറേ പേരുണ്ടെന്ന് അറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിൽ പോയിട്ട് നേരെ പള്ളിയിൽ പോകാനുണ്ടെന്ന്. ചൊവ്വാഴ്ച അന്തോണിസുണ്ണിയാണ്ട് നോയനുള്ള ദിവസം. അപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.